നഗരത്തിലെ ആഡംബര ഹോട്ടലിൽ തണ്ടൂരി അടുപ്പിലിട്ട് സ്ത്രീയെ ചുട്ടുകൊന്ന വാർത്തയറിഞ്ഞുകൊണ്ടായിരുന്നു 1995 ജൂലൈ 3 ഡൽഹി ഉണർന്നത്. യുവ രാഷ്ട്രീയ പ്രവർത്തകൻ സുശീൽ ശർമ്മയായിരുന്നു രാജ്യത്തെ നടുക്കിയ സംഭവത്തിലെ വില്ലൻ. ഭാര്യ നൈന സാഹ്നിയായിരുന്നു ഇര. ഭാര്യയെ വെടിവെച്ചു കൊന്ന ശേഷം തെളിവ് മറയ്ക്കാൻ തന്തൂരി അടുപ്പിലിട്ട് കത്തിക്കുക എന്ന വിചിത്രമായ മാർഗമായിരുന്നു സുശീൽ ശർമ്മ സ്വീകരിച്ചത്. ഹോട്ടലിനു പിന്നിലെ റോഡരികിൽ പച്ചക്കറി വിറ്റ് കഴിഞ്ഞിരുന്ന കിംചന്ദും അനാരദേവിയും ഹോട്ടലിൽ നിന്ന് അസമയത്ത് തീയും പുകയും ഉയരുന്നത് കണ്ട് പോലീസിനെ വിവരമറിയിച്ചു. फिर 16 नंबर को फावरी गेट को मैंने अनपढ़ हूँ भाई, मैंने फ़ोन करवा दिया बच्चों से, वो पुलिस आ गई. ഇവർ നൽകിയ നിർണായക വിവരമായിരുന്നു ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ചെയ്യാൻ ശ്രമിച്ച അറുകൊലയെ പുറത്തെത്തിച്ചത്. കേസിലെ പ്രധാന സാക്ഷികളായ കിംചന്ദിനെയും അനാരദേവിയെയും സ്വാധീനിക്കാൻ പല ഭാഗത്തുനിന്നും ശ്രമമുണ്ടായെങ്കിലും ഇവർ വഴങ്ങിയില്ല. കൊലപാതകത്തിലെ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ശ്രമിച്ച പോലീസുകാർക്ക് പുരസ്കാരങ്ങൾ പലതും ലഭിച്ചെങ്കിലും കിംചന്ദും അനാരദേവിയും അവഗണിക്കപ്പെടുകയാണ് ഉണ്ടായത്. मैंने कोई पैसा नहीं लिया किसी से भी. थाने में आते थे पैसे सबके नाम के, मेरे नाम के आते थे. मुझको थाने वालों ने दिया. ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഈ വൃദ്ധ ദമ്പതികളുടെ ജീവിതം വാർദ്ധക്യത്തിന്റെ അവശതകളുമായി ജന്തർ മന്തർ പാതയോർത്ത് തുടരുന്നു. ഷിൻഡോ തോമസ്, ജയ്ഹിന്ദ് ന്യൂസ്, ന്യൂഡൽഹി.